ചന്ദ്രകാന്തം എപ്പിസോഡ് വളരെ നിർണായക മുഹൂർത്തങ്ങളും വളരെ സങ്കടകരമായിട്ടുള്ളതും വളരെ നമ്മൾ നെഞ്ച് നുറുങ്ങി കാണേണ്ടി വരുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് കേട്ടോ. ഇന്ന് ആദ്യം തന്നെ കാണിക്കുന്നുണ്ട് നമ്മുടെ നന്ദയെ രക്ഷിക്കാൻ നമ്മുടെ അർജുൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ അർജുനും ബാലാജിയും തമ്മിലുള്ള ഒരു കയ്യേറ്റത്തിന് ശേഷം നമ്മുടെ ബാലാജിയുടെ വെടിയേറ്റ് നമ്മുടെ അർജുൻ മരിക്കുന്നുണ്ട്. പ്രേക്ഷകരെ നമ്മൾ എന്ത് നടക്കരുതെന്ന് ആഗ്രഹിച്ചുവോ അത് ഇന്നത്തെ എപ്പിസോഡിൽ നടക്കുകയാണ്. നമ്മളുടെ ഒന്നും അഭ്യർത്ഥന അണിയറ പ്രവർത്തകർ ഒട്ടും കേട്ടില്ല അല്ലേ കൂട്ടുകാരെ, പാവം പ്രേക്ഷകരെ. അപ്പോൾ എന്തായാലും നമ്മുടെ അർജുനെ നമ്മുടെ നന്ദ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ അർജുൻ മരിക്കുന്നുണ്ട് അവിടെ ഹോസ്പിറ്റലിൽ വെച്ചപ്പോൾ നന്ദ നമ്മുടെ ഗൗതമിനെയൊക്കെ വിളിച്ച് വരുത്തുന്നുണ്ട്. ശേഷം നന്ദയും ഗൗതവും ഭയങ്കരമായിട്ട് കരയുന്ന ആ ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അപ്പോൾ നമ്മുടെ രാധിക നമ്മുടെ പിങ്കിയുടെ അടുത്തേക്ക് ചെന്ന് ഈ വിവരങ്ങളൊക്കെ നമ്മുടെ പിങ്കിയെ ധരിപ്പിക്കുന്നുണ്ടാവും. അർജുൻ ഇങ്ങനെ അപകടത്തിൽപ്പെട്ട ഹോസ്പിറ്റലിലാണ്. അപ്പം നമ്മുടെ പിങ്കി രാത്രി ഇരുട്ടിലൂടെ ഒറ്റയ്ക്ക് നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് ഓടിപ്പോകുന്ന ഒരു പിങ്കിയെ തന്നെയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവിടെ ചെല്ലുമ്പോഴാണ് നമ്മുടെ നന്ദയും ഗൗതവും ഈ അർജുൻ്റെ മരണ വാർത്ത നമ്മുടെ പിങ്കിയെ അറിയിക്കുന്നതും ശേഷം നമ്മുടെ പിങ്കി അലറിക്കരയുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് കൂട്ടുകാരെ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതിനുശേഷം നമ്മുടെ പിങ്കിയും അർജുനായിട്ട് സംസാരിക്കുന്ന ആ ഒരു ലാസ്റ്റ് അവസാന നിമിഷങ്ങൾ നമ്മളൊക്കെ നെഞ്ച് കൊത്തി വലിക്കോട്ടെ. നമ്മുടെ പിങ്കി ഭയങ്കരമായിട്ട് നമ്മുടെ അർജുനെ തിരികെ വിളിക്കുന്നുണ്ട്. അർജുൻ എന്നെ ഒറ്റയ്ക്കാക്കി പോകില്ല അർജുൻ, ഒന്ന് തിരികെ വാ അർജുൻ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് നമ്മുടെ പിങ്കി കരയുന്നുണ്ട്. അവസാനം നമ്മൾ ജീവിച്ച് തുടങ്ങിയതല്ല അർജുൻ, ഇപ്പോഴേ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് പോകണമായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അർജുനെ നോക്കി ഇങ്ങനെ പിടിച്ച് വലിച്ച് എന്താ പറയുക അർജുൻ്റെ ദേഹത്ത് ഇങ്ങനെ കരഞ്ഞു കിടക്കുന്ന ഒരു പിങ്കിയെ തന്നെയായിട്ട് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൻ്റെ എൻഡിങ്ങിൽ കാണുവാൻ സാധിക്കുന്നത്. ഇനി എന്താകും നമ്മുടെ പിങ്കിയുടെ അവസ്ഥ? വളരെ ദയനീയം തന്നെയല്ലേ പ്രേക്ഷകരെ. ആദ്യം നമ്മുടെ ഗൗതമിനെ മോഹിച്ചു, അത് കിട്ടിയില്ല. പിന്നീട് നമ്മുടെ അർജുനായിട്ട് സ്നേഹിച്ച് അർജുനെ ജീവനായിട്ട് കരുതി വരികയായിരുന്നു നമ്മുടെ പിങ്കി. അപ്പോൾ അർജുനും ഇനി നമ്മുടെ പിങ്കിയുടെ ജീവിതത്തിലില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യം നമ്മുടെ പിങ്കിക്ക് എങ്ങനെ താങ്ങാനാകും അല്ലെ പ്രേക്ഷകർ? ഇനി നമ്മുടെ പിങ്കിയുടെ ജീവിതം എങ്ങനെയായി തീരും? ഇനി നന്ദയോടും ഗൗതമിനോടുമൊക്കെ പിങ്കിക്ക് അടങ്ങാത്ത പകയായിരിക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.